അഭിനായിനൊക്കെ എന്തായിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർ ഫറോവ ചെറിയ കുട്ടികളെ കൊല്ലലായിരുന്നു പണിയുന്നത്. മൂപ്പർക്കിപ്പോ ചെറിയ കുട്ടികളെ കൊല്ലാനിട്ട് എന്ത് ഇടങ്ങാറാണ്. എന്നിട്ട് അതിനെന്തോ ഏതോ കൊട്ടാരത്തിലേതോ ഒരു രാജാവ് ഏതോ ഒരു ജ്യോത്സ്യനും കൊട്ടാരത്തിലെ ഏതോ ഒരു പണ്ഡിതൻ ആരോ സ്വപ്നം കണ്ടിട്ട് ഈ മൂസയുടെ ഗോത്രത്തിൽ നിന്ന് ഒരു കുട്ടി വളർന്നു വലുതാവും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ജ്യോത്സ്യന്റെ സ്വപ്നം ശരിയായിരുന്നു. അപ്പൊ പ്രവാചകന്മാരുടെ സ്വപ്നം മാത്രമല്ല ജ്യോത്സ്യന്മാരുടെ സ്വപ്നം ശരിയാണ്. ഇങ്ങനത്തെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ നോണയ്ക്ക് എഴുതിണ്ടാക്കിയിട്ട് ഖുർആൻ പറയുന്ന അതിന് ബന എന്ന വേർഡിനാണ് ഈ ഇബിനുണ്ടായത്. ബന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. ഇബൻ നിർമ്മിക്കുന്നവൻ, നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവൻ, അതാണ് ആ വേർഡിന്റെ വായന. ബന എന്നിൽ നിന്നാണ് ഇബിനുണ്ടായത്. അബ്നാഉൽ ഖൗം എന്ന് പറഞ്ഞ സമൂഹത്തെ പുനഃസൃഷ്ടി നടത്തുന്നവൻ, സമൂഹത്തെ വിശ്വാസപരമായും ആശയപരമായും സാമ്പത്തികമായും വൈജ്ഞാനികമായും സമൂഹത്തെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗം, അതാണ് അബ്നാഉ. ഇവിടെ പോജപുത്രനും വളർത്തുപുത്രനും ഇവിടെ തർക്കമാണ്. പോജപുത്രന്റെ ഭാര്യനെ നബി കെട്ടിയെന്നും കെട്ടിയില്ല, നബിക്ക് അതിഥിയായി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയം തന്നെ ഖുർആനിൽ ചർച്ച, അങ്ങനത്തെ ഒരു വിഷയം തന്നെ ഖുർആനിൽ ചർച്ചയില്ല. സ്വപ്പത്തിനും അഭിനയല്ലതീന ആമനും മഹൂന 40-25 ഫറോവ പറയുന്ന ഹാമാനോടും കാറൂനോടും അവനിൽ വിശ്വസിച്ച അഭിനായികളെ കൊന്നുകളയുന്ന വിശ്വസിക്കൽ ചെറിയ കുട്ടികൾ ചെയ്യുമെന്നിരിക്കുക. 40-25 പറയുന്നു സ്വപ്പത്തിനും അഭിനയല്ലതീന ആമനും മഹൂ, കൂടെ വിശ്വസിച്ച ആളുകളെ കൊന്നുകളയും. ഇതിപ്പോ പെട്ട കുട്ടി എന്താ വിശ്വസിക്കാൻ പറ്റും? 7-27 അള വന്നത് ഹാലിൽ മലവുമിൻ കൗമിഹിയ, അദ്ദേഹത്തിന്റെ ജനതയിലെ എലൈറ്റ് ക്ലാസ് ഉന്നത ജനവിഭാഗങ്ങൾ പറഞ്ഞു, മൂസ ആ തവറ് മൂസാവ കൗമഹു, മൂസയും മൂസയുടെ കൗമിനെയും നീ വെറുതെ വിടുകയാണ്. അപ്പോഴത്തിലും അഭിനാഹും നിസാഹും, നിസാഹ് ഇപ്പൊ വിശദീകരിക്കണില്ല, അവരുടെ അഭിനാഹിനെ ഞാൻ കൊന്നുകളയും. അതാ പറഞ്ഞത് ആ കൗമാനത് എത്ര സിമ്പിളായിട്ട് കാര്യം വിശദീകരിക്കുന്നത്. അയാളുടെ ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും അയാളുടെ അക്രമ ഭരണത്തിനും തലവേദന സൃഷ്ടിച്ചത് ഈ ആൺകുട്ടികളാണ്. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അയാൾക്ക് തലവേദനയില്ല. അയാൾക്ക് തലവേദന സൃഷ്ടിച്ച ആ സമൂഹത്തിന്റെ പുനഃസൃഷ്ടി നടത്തുന്ന ആ ആൺകുട്ടികളെ കൊന്നുകളയൂ എന്നാണ് ആ ഏകാധിപതിയുടെ. ഫറോവ പറഞ്ഞാൽ തന്നെ ഏകാധിപത്യത്തിന്റെ പ്രതീകമാണ്. കാറോ എന്ന് പറയുന്നത് സമ്പത്തിന്റെ പ്രതീകമാണ്. ഹാമാൻ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ പ്രതീകമാണ്. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷ വിശദീകരിക്കാൻ ഇനി വേറെ പോണേ നമുക്ക്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവനാണ്. അബ്രഹാം എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ്, വാദങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവനാണ് ഇബ്രാഹിം. അത് ഓരോ പ്രവാചകന്റെ പേരും വിശദീകരിക്കാനുണ്ട്. അതൊക്കെ പഠിക്കാൻ നമുക്ക് മെല്ലെ ആയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പഠിച്ച് ഖുർആനിലേക്ക് പോകാം. അങ്ങനെ വരുമ്പോ നിങ്ങൾക്കുണ്ടല്ലോ ഇതൊരു മുത്താണ്. പഠിച്ചനെ എന്ത് ഞങ്ങൾ കാണാതെ പോയാലോ ഈ സാധനം അന്തം പോയി. അതാണ് ഈ മുത്ത്. അല്ലാതെ ഇതിങ്ങനെ സുഹൃത്തു ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ സംസാരിക്കും. ഇതല്ലപ്പോ ഇവരിങ്ങനെ മക്കാമത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നിസ്കരിക്കാൻ പരിഹരിക്കാം. ഇന്ന ഷാനിയാത്ത ഹുവൽ അബദ്ധർ, എന്നാ നിന്റെ ശത്രു പരാജയപ്പെടുന്നവൻ അവൻ തന്നെയാണ്. മൂപ്പർക്ക് എത്ര 1000 വക്കായിട്ട് നിസ്കരിച്ച് 10,000 പോത്തിന് ഒട്ടത്തിന് നെറ്റി കൊണ്ടാലും മുസ്ലിങ്ങൾക്ക് എന്താ പരാജയം? ഒരു പരാജയമല്ല. മൂപ്പരങ്ങനെ അർത്ഥോട്ടെ. പിന്നെ ഷാനിയാത്ത ഹുവൽ അബദ്ധ, നീ അർത്ഥം മുഹമ്മദ് എന്ന് പറയും. എന്താണ് ഒരറിവില്ല, ജനങ്ങൾക്ക് മനസ്സിലാകണ്ട. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ പോണത്. ഞാൻ ഒന്നുകൂടി താഴത്തേക്ക് ഇറങ്ങും. നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മനസ്സിലാകേണ്ടിരിക്കുന്നുള്ള ഒരു ഊഹം എനിക്ക് കിട്ടുന്നോണ്ട്, ലെവൽ ഏകദേശം നിങ്ങളെ കിട്ടുന്നതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ തന്നെ പോകണം. നബി 1000 ഭക്ത നിസ്കരിച്ച് നബി 10,000 പോത്തിനെ വരിയായിട്ട് സ്വഭാവം വരിയായിട്ട് നിർത്തി അർക്കണം എന്നല്ലേ ഇവര് പറയുന്നത്. ഇങ്ങനെ അറബികൾ ഒട്ടകത്തിന് വരിയായി നിർത്തിട്ട് ഇങ്ങനെ അടിച്ചലാണ്. ഇവിടെ നമ്മള് വലിയമാർക്ക് പോത്തുകളി മൂരികളി, ഇത് ഈ പോത്തുകളും മൂരികളുടെ മേല് ദൈവത്തിന്റെ നാമം പറയാനാണ്. ഇത് മനസ്സിലാക്കുന്നില്ല. ഈ പോത്തുകളി മൂരികളി അർക്കണ ആ പോത്തുകളി മൂരികളിയും ദേഹത്തേക്ക് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും വസാറെന്നും റഹ്മാനെന്നും വഫൂറെന്നും വധൂറെന്നും എന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പേരുകൾ പറഞ്ഞു കൊടുക്കുക. അതാണ് ബ്രൂട്ടാലിറ്റി, മൃഗീയത. മനുഷ്യന്റെ മൃഗീയതയിൽ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പേരുകൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കാം. ഇസ്മുകൾ പറയുക. ക്രൂരൻ ഈ പ്രപഞ്ചത്തിൽ ഈ സൊസൈറ്റിയിൽ ഒരു ക്രൂരൻ ഉണ്ടാവുമോ? റഹ്മാന്റെ ഗുണങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ എന്തെങ്കിലും ഖുർആനെ മനസ്സിലാക്കി. അള്ളാന്റെ ഗഫൂർ പഠിപ്പിച്ചു കൊടുത്താൽ, റഹ്മാൻ പഠിപ്പിച്ചാൽ, റഹീം പഠിപ്പിച്ചാൽ, വഫാർ പഠിപ്പിച്ചാൽ, റസാഖ് പഠിപ്പിച്ചാൽ, ഇങ്ങനെ അള്ളാഹുവിന്റെ നല്ല നല്ല നാമങ്ങൾ ആ ബ്രൂട്ടാലിറ്റിയിൽ മൃഗീയതയുടെ മേൽ പറഞ്ഞു കൊടുക്കുക. നിങ്ങളും അതിൽ നിന്ന് പിന്നുക. ആവശ്യക്കാർക്കൊക്കെ അത് കൊടുക്കുക. ഈ തീറ്റാൻ നോക്കുമ്പോഴതിന് എന്താണെന്ന് മനസ്സിലാക്കണ്ട. ഇത് ലോകത്തിൽ വിപ്ലവം ഉണ്ടാക്കും. ഒരു സൊസൈറ്റിയെ സൃഷ്ടിക്കുക. സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇങ്ങനെ ഖുർആന് ഇനി സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മില്ലാ ഞാൻ ഈ പറയുന്നില്ല. അവിടെ നമ്മൾ പഠിപ്പിക്കാനുണ്ട്. നമുക്ക് ഓരോ വചനം പദം എടുത്തിട്ട് പഠിക്കാനുണ്ട്. സൂക്ഷ്മമായി പഠിക്കാനുണ്ട്.